ആൽബർട്ടയിലെ ഓയിൽ ആൻഡ് ഗ്യാസ് മൈനിങ് മേഖലയിലെ എൻട്രി ലെവൽ തൊഴിലുകളെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഈ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഓയിൽ ഫീൽഡ് മെഡിക് ജോലിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓയിൽ ആൻഡ് ഗ്യാസ് മൈനിങ് മേഖലയിൽ വളരെ അത്ര ഫിസിക്കലി എഫേർട്ട് ഇട്ട് ചെയ്യേണ്ടാത്തൊരു ജോലിയാണ്. കൂടുതലും ഓയിൽ ഫീൽഡ് മൈനിങ് ആക്ടിവിറ്റീസ് നടക്കുന്നത് റിമോട്ട് ആയിട്ടുള്ള ഏരിയകളാണ്. അപ്പോൾ എന്തെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സംഭവിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ക്രാക്കോ അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ബോണോ അല്ലെങ്കിൽ ഒരു ഫാളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ എയർ ആംബുലൻസ് എത്തിപ്പെടാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അതുപോലെ തന്നെ ആംബുലൻസിന് എത്തിപ്പെടാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവരെ ട്രാൻസ്പോർട്ട് ചെയ്ത് ആംബുലൻസിനെ എവിടെ മീറ്റ് ചെയ്യുന്നോ അവിടെ വെച്ച് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളൊരു പ്രൈമറി അതാണ് ആക്ച്വലി ഓയിൽ ഫീൽഡ് മെഡിക്കിൻ്റെ പ്രൈമറി ജോബ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നോർമലി അവിടെ ക്രൂ ചേഞ്ച് വരുമ്പം ആ ഓരോ ക്രൂവിനും നമ്മൾ ഈ പറയുന്ന ഒരു ചെറിയൊരു ഓറിയൻറ്റേഷൻ എല്ലാ ദിവസവും കൊടുക്കും. റെഗുലർ റൊട്ടീൻ ഓറിയൻറ്റേഷൻ കൊടുക്കും. കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് 12 hour ഷിഫ്റ്റ് ആയിരിക്കും നോർമൽ ഉണ്ടാവുക. 12 hour ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ച് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ 12 hour ഷിഫ്റ്റ് കഴിഞ്ഞ് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പം ഈ 12 hour ഷിഫ്റ്റിൽ ഏകദേശം ഒരു 2 hours നമുക്ക് ജോബ് കാണുള്ളൂ. അപ്പോൾ ഒരു 10 hours നമുക്ക് ആക്ച്വലി ഒന്നും ചെയ്യേണ്ടെന്നല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് അത്ര വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ 10 hours ആക്ച്വലി ഫ്രീ ആണ്. അപ്പം പഠിക്കാൻ താല്പര്യമുള്ളവർ, ട്രേഡിങ് ചെയ്യുന്നവർ, എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്യുന്ന ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു ജോബാണിത്. അവർക്ക് അത്യാവശ്യം ഒരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും, അവരുടെ പഠിത്തം നടക്കും. ആ ഒരു ടൈപ്പ് ഓഫ് ജോബാണ് ഈ പറയുന്ന ഓയിൽ ഫീൽഡ് മെഡിക്ക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഓയിൽ ഫീൽഡ് ഡ്രില്ലിംഗ് സൈറ്റ്സുകൾ മൊത്തം, അല്ലെങ്കിൽ ഓയിൽ ഫീൽഡിൻ്റെ ഈ പറഞ്ഞ റിമോട്ട് ആക്ടിവിറ്റീസാണ് കൂടുതൽ നടക്കുന്നത്. ഒരു വീക്കോ 2 വീക്കോ അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം അടുത്ത ആൾ വരുമ്പം ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയാം. ഓയിൽ ഫീൽഡിൽ തന്നെ ഏറ്റവും സാലറി കുറഞ്ഞ ഒരു ജോലിയാണിത്. അപ്പം അതിൻ്റെ സർട്ടിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഒക്യുപ്പേഷണൽ ഫസ്റ്റ് എയ്ഡ് ലെവൽ 3 കോഴ്സാണ് ആക്ച്വലി, ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ചെയ്യേണ്ടത്. ഒരു 10 ദിവസത്തെ കോഴ്സാണിത്. ഏകദേശം ഒരു $1,500 ആണ് അതിന് ചിലവ് വരുന്നത്. ഇത് പഠിച്ച് ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും. 10 days കോഴ്സ് കഴിഞ്ഞിട്ട് അവസാനം 10th ഡേയിൽ ഒരു പ്രാക്ടിക്കൽ കോഴ്സ് ഉണ്ടാവും. നിങ്ങൾ പാസ്സാകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക. ഒക്യുപ്പേഷണൽ ഫസ്റ്റ് എയ്ഡ് ലെവൽ 3 സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് BCയിലും ആൽബർട്ടയിലും വർക്ക് ചെയ്യാൻ പറ്റും. ആൽബർട്ടയിൽ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നില്ല. ആൽബർട്ടയിൽ കൊടുക്കുന്ന കോഴ്സിൻ്റെ പേര് എമർജൻസി മെഡിക്കൽ റെസ്പോണ്ടൻ്റ് എന്നാണ്. അപ്പോൾ ഒക്യുപ്പേഷണൽ ഫസ്റ്റ് എയ്ഡ് ലെവൽ 3 എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവൽ കോഴ്സാണ്. നിങ്ങൾക്ക് 2 weeks ഉള്ളൂ. അപ്പം ഈ ഒരു മേഖല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു കോഴ്സാണത്. കാരണം നമ്മൾ EMR എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ ഡബിൾ ഫീസ് വരുന്നുണ്ട്. ഡ്യൂറേഷൻ കൂടുതലാണ്. 2 to 3 months ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. അത് ആൽബർട്ടയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സ് എല്ലാം ചെയ്തിട്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നഷ്ടമാണ്, നമ്മുടെ സമയം നഷ്ടമാണ്, കാശ് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒക്യുപ്പേഷണൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളത് ചെയ്തിട്ട് താല്പര്യമുള്ളവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ജോലിയുടെ കാര്യം പറയുമ്പം, ജോലി നിങ്ങൾ ആക്ച്വലി ഈ ഒക്യുപ്പേഷണൽ ഫസ്റ്റ് എയ്ഡ് OFA 3 ജോബ്സ് എന്ന് ഗൂഗിളിലോ ഇൻഡീഡിലൊക്കെ അടിച്ചു കൊടുത്തിട്ട് എംപ്ലോയീസിനെ കണ്ടിട്ട് അവരുടെ നമ്പർ ഗൂഗിളിൽ എടുത്ത് വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കോഴ്സ് ചെയ്യാൻ പോവുക. കാരണം ജോലി ആളെ എടുക്കുന്നില്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ EMR പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. അവരോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം കോസ്റ്റും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അവരോട് തന്നെ ചോദിക്കാം നമുക്ക് ഹയറിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്നുള്ളത്. ചില സമയങ്ങളിൽ ഹയറിംഗ് കുറവായിരിക്കും, എന്നാൽ ചില സമയങ്ങളിൽ നല്ല ഹയറിംഗ് ആയിരിക്കും. സാധാരണ നോർമലി എപ്പോഴും വേക്കൻസി കാണാറുണ്ട് ഇൻഡീഡിൽ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഈവൻ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി തന്നെ ജോലി ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് ഈ കോഴ്സ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. പിന്നെ ഒക്യുപ്പേഷണൽ ഫസ്റ്റ് എയ്ഡ് ലെവൽ 3 ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഫീൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്യാൻ പറ്റും. അതായത് പിന്നെ ഒരു 2 weeks കൂടെ, അത് ആക്ച്വലി 10 days ആണ് ഒക്യുപ്പേഷണൽ ഫസ്റ്റ് എയ്ഡ് ലെവൽ 3. അത് കഴിഞ്ഞൊരു 2 weeks കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് EMR സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ EMRൻ്റെ എക്സാം കുറച്ചും കൂടെ ടഫായിരിക്കും. കാരണം അത് കുറച്ചും കൂടെ ഗ്രേഡ് കൂടിയ കോഴ്സായിട്ട് തന്നെ 2 പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് അതിന്. അപ്പോൾ അത് രണ്ടും ക്രാക്ക് ചെയ്തെടുത്താൽ നോർമലി കുറച്ച് എഫേർട്ട് ഇട്ടാൽ കിട്ടാവുന്നുള്ളൂ. ഒക്യുപ്പേഷണൽ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ തുടക്ക സമയങ്ങളിൽ ചിലപ്പം അവേഴ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ വേറൊരു ഒക്യുപ്പേഷണൽ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തിട്ട് ചിലപ്പം നമ്മൾ കോൺട്രാക്റ്റ് ബേസിസിലാണ്. ചിലപ്പോൾ ഒരു 5 days ജോബ് കാണും, നെക്സ്റ്റ് 5 days ഉണ്ടാവില്ല. അപ്പോൾ കൂടുതലും 1-2 കമ്പനിയിൽ കാഷ്വലായിട്ടൊക്കെ വർക്ക് ചെയ്ത് ഈ ഫീൽഡ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഉള്ള പൈസ എല്ലാം മുടക്കി കോഴ്സ് ചെയ്ത് അവസാനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം കൂടുതലും ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ജോബ്, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ഇടപെടുന്ന ആൾക്കാർ, ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് ഈ കോഴ്സ് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ കൂടുതലും ജോലി ചെയ്യുന്നത് അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, അല്ലെങ്കിൽ സാധാ സെക്കൻഡറി എഡ്യൂക്കേഷനോ അത്ര പോലും ഇല്ലാത്ത ആൾക്കാർ ഒക്കെ ജോലി ചെയ്യുന്ന സൈറ്റുകളിലായിരിക്കും. കൂടുതലും അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല ഓയിൽ ഫീൽഡിൽ ജോലിക്ക് വരുന്ന സാധാ ആൾക്കാരാണ്.
അപ്പം അവരുടേതായിട്ടുള്ള ഇടപഴകലും കാര്യങ്ങളും അവരത്ര ഇമിഗ്രൻസിനെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അത് ഇമിഗ്രൻസ് ഇപ്പം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് വേണം ഈ കോഴ്സിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും അറിയില്ല. ഓക്യുപ്പേഷണൽ ഫസ്റ്റ് എയ്ഡ് എന്താണ്, അല്ലെങ്കിൽ EMR എന്താണ്, എമർജൻസി മെഡിക്കൽ റെസ്പോണ്ടൻറ്റ് എന്താണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ തരിക എന്നുള്ളൊരു ഉദ്ദേശമുള്ളൂ ഈ ഒരു വീഡിയോ സീരീസിന്. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക, എന്താണ് ഓയിൽ ഫീൽഡ് ജോലികൾ എങ്ങനെയാണ്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഇതിൽ ജോലി ചെയ്യുന്നവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നത്. ഇതൊരിക്കലും ഈ പറഞ്ഞ കോഴ്സ് ചെയ്തുകൊണ്ട് ഒരിക്കലും ജോബ് ഗ്യാരണ്ടീഡ് ആവണമെന്നില്ല. അത് നിങ്ങളുടെ റിസ്ക്കാണ്. നിങ്ങൾ തന്നെ വിളിച്ച് അന്വേഷിക്കുക, ഇൻഡീഡിൽ നോക്കുക, പല ഹയറിംഗ് വെബ്സൈറ്റുകളിൽ നോക്കിയിട്ട് ജോബ് ഹയറിംഗ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കോഴ്സ് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിച്ച് ചോദിക്കുക ഹയറിംഗ് ഉണ്ടോ. അവർക്ക് ജനറലി അവർക്ക് പ്ലേസ്മെൻ്റ് ഉണ്ടോ, അവർക്ക് ടൈപ്പ് ഉണ്ടാവും എംപ്ലോയേഴ്സ്. അപ്പോൾ അവർക്ക് തന്നെ ഏകദേശം അറിയാൻ പറ്റും. ഇപ്പം അത്യാവശ്യം ബിസി ആയിട്ടുള്ള സീസണാണെങ്കിൽ അവർ തന്നെ പറയും ഹയറിംഗ് ഉണ്ടെന്നൊക്കെ പറയും. ആണ് ഓയിൽ ഫീൽഡ് ജോലിനെ കുറിച്ച് പറയാനുള്ളത്.